ഇവിടെ ഒരു 3 ലൈന് 3 പോയിൻ്റ് യോജിപ്പിച്ചിട്ട് നമുക്കൊരു ലൈൻ വരക്കാം, ട്രെൻഡ് ലൈൻ വരക്കാം. 1, ഇവിടെ 2, ഇവിടെ 3. അതേപോലെ തന്നെ താഴെയും ഒരേ ലൈന് 1, 2, 3 ഇവിടെ യോജിപ്പിച്ചിട്ട് നമുക്കൊരു ലൈൻ വരക്കാം. 1. ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് പെനൻസ് എന്ന് പറയും. പെനൻസ് ഇങ്ങനെ 2 ലൈനിൻ്റെ ഇടയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഉണ്ടോ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താണ്ടോ, ഇതാ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇങ്ങനെ ബ്രേക്ക് ഔട്ട് എന്ന് കഴിഞ്ഞാൽ ഷെയറിൻ്റെ വില കയറിപ്പോവും. ഇനി ഇവിടുന്ന് താഴെയാണ് ബ്രേക്ക് ഡൗൺ ആണെങ്കിലോ പിന്നെ ഇറങ്ങിപ്പോവും. എവിടം വരെ ഇറങ്ങിപ്പോവും? ഈ ഒരു ലൈന്, അതായത് ഇവിടെ ഒരു പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഇവിടം വരെ ഇറങ്ങി വരും. പിന്നെ ഈ ലൈനും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് പോകും. ഓക്കെ, അതേപോലെ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒരു ലൈന് ഒരേ ലൈനിൽ തട്ടിയിട്ട് അത് കയറി പോകുന്നുണ്ടോ. ഇങ്ങനെ എപ്പോഴും ആ ഒരു ലൈന് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇതാണ് എന്ത്, ട്രെൻഡ് ലൈൻ. ഇത് നമുക്ക് ട്രെൻഡ്, ഇതെന്തായിരുന്നു, മേജർ സപ്പോർട്ടും മേജർ റെസിസ്റ്റൻസും. ഇതാണ് ട്രെൻഡ് ലൈൻ. എപ്പോഴും ആ ഒരു ലൈന് തട്ടുമ്പോൾ ഷെയറിൻ്റെ വില കയറും. പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്താലോ, അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ താഴേക്ക് പോയി. കണ്ട, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞു. എന്താണ്, ഇതാണ് പെനൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു മൈലാഞ്ചിൻ്റെ ട്യൂബ് പോലുള്ള, ആദ്യം കൂടിയിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞ് വന്നു. അവിടുന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ, അതായത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ, ഈ ലൈന് ബ്രേക്ക് ചെയ്തപ്പോൾ ഷെയറിൻ്റെ വില കയറിപ്പോയി. പിന്നെ ഇതാണ് ചാനൽ. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പാരലൽ ചാനൽ. അത് സെലക്ട് ചെയ്തിട്ട് എന്താണ് ഈ ഒരു 1, 2, 3 ഇത് ഇവിടുന്നേ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ കൂട്ടി വരച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ കിട്ടും. ആ ഒരു 2 ലൈനിൻ്റെ ഇടയിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഷെയറിൻ്റെ വില മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു അടിയിലത്തെ ഒരു ലൈന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇവിടുന്ന് താഴേക്ക് വന്നു. പിന്നെയും കണ്ടോ, ഇവിടെ നമുക്ക് ഒരു 2 ചാനൽ കിട്ടിയിട്ടുണ്ട്. ഈ 2 ലൈനിൻ്റെ ഇടയിലാണ് ഷെയറിൻ്റെ മൂവ്മെൻറ്റ് നടന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ വന്നത്, ഇവിടെ നമുക്ക് ഡബിൾ ബോട്ടം കിട്ടി.